അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ സോൾട്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ഒരല്പം ഓലിവ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വേറെ ഏത് ഓയിലും ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ശേഷം ഞാനൊരു 15 മിനിറ്റ് ഫ്രീസറിനകത്ത് വെക്കുന്നുണ്ട്. അതായത് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ടൈം അത്രയും ഞാൻ ഫ്രീസറിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയന് ഇതുപോലെ 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് അതിൻ്റെ പച്ച ഭാഗം ആദ്യം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വൈറ്റ് ഭാഗവും അതുപോലെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും 2 സമയത്തായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ ഹാഫ് പച്ച കളർ ക്യാപ്സിക്കോയും ഹാഫ് റെഡ് ക്യാപ്സിക്കോയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പത്തിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ്. സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഇതിങ്ങനെ പീൽ ചെയ്തുകൊണ്ട് ഓരോന്നായിട്ട് അല്ലിയായിട്ട് ഇടർത്തി വെക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് പാന് അടുപ്പത്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ അല്ല, ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിന് ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3ഉം ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് കുക്കാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കോയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മിക്സാക്കി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി എടുക്കുക. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ചില്ലി ചിക്കനാണ് വേണ്ടത് വെച്ചാൽ ഈ 1 കപ്പ് സോസ് മാത്രം ഒഴിച്ചാൽ മതി. ഇത് നല്ല കൺസിസ്റ്റൻസി തന്നെ, നല്ല തിക്കായിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് കിട്ടും. അല്ല കുറച്ച് ഗ്രേവി ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കി ഇതിലേക്ക് ആഡ് ആക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഫ്രൈഡ് റൈസിക്ക് റെഡിയാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രേവി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക്
ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്തു മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്